അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഹന്നാർ എന്ന അപരനാമത്തിൽ പ്രസിദ്ധനായ ഷെയ്ഖ് ഈസാ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വേശ്യയോട് പറഞ്ഞു, ഇന്ന് ഇശാ നിസ്കരിച്ച ശേഷം ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നെ കാണാൻ വരുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ചമഞ്ഞൊരുങ്ങി തൻ്റെ വീട്ടിൽ കാത്തിരുന്നു. വിവരമറിഞ്ഞ ആളുകൾ അത്ഭുതപ്പെട്ടു. എന്ത്, ഷെയ്ഖ് ഒരു വേശ്യയുടെ അടുക്കലേക്ക് പോവുകയോ? ഇശാ നിസ്കരിച്ച ശേഷം ഷെയ്ഖ് അവറുകൾ വേശ്യയുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ഉടനെ തിരിച്ചു പോരുകയായി. അപ്പോൾ ആ വേശ്യസ്ത്രീ ചോദിച്ചു, അല്ല, നിങ്ങൾ പോവുകയാണോ? ഷെയ്ഖ് പറഞ്ഞു, അതെ. വേശ്യ ചോദിച്ചു, എന്തേ പോകുന്നത്? ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം നിറവേറിയിരിക്കുന്നു. ആ സ്ത്രീ ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ഷെയ്ഖ് പറഞ്ഞു, അത് നിനക്ക് അടുത്ത് തന്നെ ബോധ്യമാകും. പിന്നെ ദിവസങ്ങൾ നീങ്ങും തോറും ആ വേശ്യസ്ത്രീയുടെ മനസ്സിന് പരിവർത്തനം വന്നുകൊണ്ടിരുന്നു. അവസാനം അവൾ തൻ്റെ അസാൻമാർഗിക ചെയ്തികളിൽ നിന്നെല്ലാം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ഷെയ്ഖിനെ സമീപിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാനും ദുന്യവിയായ ബന്ധങ്ങളെല്ലാം ത്യജിക്കാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്വീകരിക്കണം. ഷെയ്ഖ് അവറുകൾ തൻ്റെ ഫക്കീറന്മാരിൽ ഒരാൾക്ക് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് അവളോട് കൽപ്പിച്ചു, കല്യാണ സൽക്കാരത്തിന് കുറച്ച് അപ്പം ഉണ്ടാക്കണം, കറിയൊന്നും വേണ്ട. അവൾ അപ്പമുണ്ടാക്കി. ഈ സംഭവങ്ങൾ അവളുടെ മുൻ സ്നേഹിതനായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അറിഞ്ഞു. അയാൾ അത്ഭുതപ്പെട്ടു. ഷെയ്ഖ് അവരെ സ്വീകരിച്ചതും ഈ ശിഷ്യന് വിവാഹം ചെയ്തു കൊടുത്തതും അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ കളിയാക്കുന്ന രൂപത്തിൽ ഒരു കുപ്പി കള്ള് ഷെയ്ഖിന് പാരിതോഷികമായി കൊടുത്തയച്ചു. കള്ളും കുപ്പിയുമായി ഉദ്യോഗസ്ഥൻ്റെ ദൂതൻ ഷെയ്ഖിൻ്റെ സന്നിധിയിൽ ചെന്നു. ഉടനെ ഷെയ്ഖ് അവറുകൾ ചോദിച്ചു, ഇത്ര വൈകിയതെന്തേ? അപ്പത്തിലേക്കുള്ള കറി നീ കൊണ്ടുവരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇതും പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അവറുകൾ കള്ളും കുപ്പിയുടെ കാർക്കെടുത്തു. അതിനെ മൂടി അയച്ചു മാറ്റി അവിടെ വേശ്യസ്ത്രീ തയ്യാറാക്കി വെച്ച അപ്പത്തിൽ ഒഴിച്ചു. എന്നിട്ട് ആ ദൂതനോട് പറഞ്ഞു, ഇരിക്കൂ, നിങ്ങൾക്കും ഭക്ഷിക്കാം. ആ ദൂതൻ പറയുന്നു, ഷെയ്ഖിനോടൊപ്പം ഞാനത് തിന്നു നോക്കുമ്പോൾ ബഹുവിശിഷ്ടമായ ഭക്ഷണമാണ്. ആ കള്ള് 1-ാം തരം നെയ്യായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ വിവരം അറിഞ്ഞ ഉദ്യോഗസ്ഥൻ അപ്പം തന്നെ ഷെയ്ഖിൻ്റെ സന്നിധിയിൽ വന്ന് മാപ്പ് ചോദിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു എന്നാണ് കഥകളിൽ പറയുന്നത്. ഷെയ്ഖ് അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷെയ്ഖ് ഇബ്നു അറാസി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം ശിഷ്യനോട് ചോദിച്ചു, എൻ്റെ കൈവശമുള്ള ഈ കിതാബ് ആരുടെ രചനയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അറിയാം, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബാണത്. ഈ ഷെയ്ഖ് അവറുകൾ ഈ കിതാബ് കൈവശം വെച്ച് കണ്ടതിൽ ശിഷ്യന്മാർക്ക് അത്ഭുതം തോന്നി. കാരണം പലതവണ അദ്ദേഹം ഈ കിതാബിനെയും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെയും ആക്ഷേപിക്കുന്നത് അവർ കേട്ടിട്ടുണ്ട്.
ഇത് ചുട്ടുകളയണമെന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അതിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഈ കിതാബ് കൈവശം വെക്കരുത്. ശൈഖ് അവർകൾ ഉടനെ തൻ്റെ കുപ്പായം മാറ്റിയിട്ട് തൻ്റെ പുറം അവർക്ക് കാണിച്ചു കൊടുത്തു. പുറത്ത് നോക്കിയപ്പോൾ ധാരാളം അടിയുടെ പാടുകൾ അവർ കണ്ടു. എന്താണിതെന്ന് ചോദിച്ചപ്പോൾ ശൈഖ് പറഞ്ഞു, അത് ചാട്ടവാർ അടിയുടെ പാടുകളാണ്. ഞാൻ അതിൻ്റെ കഥ പറഞ്ഞു തരാം. ഇന്നലെ സ്വപ്നത്തിൽ ഞാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, താങ്കൾ എൻ്റെ കൂടെ വരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇമാം ഗസാലി പറഞ്ഞു, നബിയെ, ഇയാളാണ് എന്നെപ്പറ്റി ഇല്ലാത്ത അപരാധങ്ങൾ പറയുന്നത്. അങ്ങ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ഞാൻ വാദിക്കുന്നുണ്ടെന്നും മറ്റും ഇയാൾ എന്നെപ്പറ്റി പ്രചരിപ്പിക്കുന്നു. എൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ വായിക്കരുതെന്നും അത് കത്തിച്ച് കളയണമെന്നും ഇയാൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിചാരണ ചെയ്തു. ഞാൻ കുറ്റം സമ്മതിച്ചപ്പോൾ അടിശിക്ഷ വിധിച്ചു. ശിക്ഷ ഉടനെ നടപ്പിലാക്കുകയുണ്ടായി. ചാട്ടവാറ് കൊണ്ട് എന്നെ അടിച്ചു തുടങ്ങി. ഏതാനും അടി കൊണ്ടപ്പോൾ ഞാൻ ഞെട്ടിയുണർന്നു. വിളക്ക് കത്തിച്ചു. എൻ്റെ പുറത്ത് ഭയങ്കര വേദന തോന്നിയപ്പോൾ തപ്പി നോക്കി. അടിയുടെ പാടുകൾ മുഴച്ചു നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ പാടുകളാണ് എൻ്റെ പുറത്ത് കാണുന്നത്. ഞാൻ ഖേദിച്ചു. ഇനിയൊരിക്കലും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെയോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീനെയോ ആക്ഷേപിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ കിതാബ് കൈവശം വെച്ചിരിക്കുന്നത്. ഷെയ്ഖിൻ്റെ വിശദീകരണം കേട്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ട് വീഴ്ച നിന്നുപോയി. ആ അടിയുടെ പാടുകളിലേക്ക് അവർ നോക്കി നിൽക്കുകയാണ്. ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രസ്തുത ഷെയ്ഖ് മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും ആ അടിയുടെ പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മായാതെ കിടക്കുന്നുണ്ടായിരുന്നു. അള്ളാഹു ഇത്തരം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഇരു വീട്ടിലും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.